ഹലോ ഫ്രണ്ട്സ്, രേഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ വളരെ ടേസ്റ്റി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റുമായാണ് വന്നിട്ടുള്ളത്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. ചിക്കൻ പുട്ടാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി കുറച്ച് ചിക്കൻ ഞാൻ അല്പം ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ചെടുത്തതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ, ഒരു വലിയ സവാള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ചതച്ചതും അല്പം കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ പുട്ട് തയ്യാറാക്കാനായി റവയാണ് എടുത്തിട്ടുള്ളത്. റവയിലേക്ക് അല്പം ഉപ്പും പാകത്തിന് വെള്ളം ചേർത്ത് ഒരു തവണ ആവിയിൽ വേവിച്ചെടുക്കണം. ഇനി അടുപ്പിലൊരു പാന് വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായി വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് ഉള്ളി ചേർത്ത് ഉള്ളിയും നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ ചിക്കനിൽ ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം. അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. മസാലയൊക്കെ നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം മല്ലിയിലയും തേങ്ങയും നേരത്തെ വേവിച്ച് വെച്ച ചിക്കനും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാം. ചിക്കനും മസാലയും ഒക്കെ എല്ലാം നന്നായി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പുട്ടിലേക്ക് മിക്സ് ചെയ്തെടുക്കുന്നത് എങ്ങനെ നോക്കാം. ഇത് തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഇത് തയ്യാറാക്കി നോക്കണേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണിത്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഒരു കുറ്റി ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നമ്മുടെ ചിക്കൻ പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.